നമ്മുടെ വീട് ഇച്ചിരി പൊക്കത്തോട്ടാട്ടോ. അപ്പം നമ്മൾ ചുറ്റിനും ഇങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം മതിലിലൊക്കെ ചെടിച്ചട്ടി വെക്കാനായിട്ട് നല്ല സൗകര്യമാണ്. അപ്പം നമ്മൾ മതിലിലാണ് കുറേ ചെടികൾ വളർത്തിയിരിക്കുന്നത് ചെടിച്ചട്ടിക്കകത്ത്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ദാണ്ട് ഈ കടലാസ് പൂക്കൾ തന്നെയാണ്. ഇപ്പം ഈ കടലാസ് പൂക്കളുടെ വർണ്ണ കാഴ്ചകളാണല്ലോ നമുക്ക് കാണാനുള്ളതെല്ലാം. എവിടെ നോക്കിയാലും ഇപ്പം അതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ നട്ട് വെയിലത്താണ് ഇത് ഇഷ്ടം പോലെ പൂക്കൾ തരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അടുക്കടുക്കായിട്ടൊക്കെ ഉള്ള കുറേ ചെടികളുണ്ട് ഈ കടലാസിൻ്റെ ബൊഗൈൻവില്ലയുടെ. പിന്നെ നമ്മൾ ഈ ചെടികളുടെ നമ്മളൊക്കെ ചിന്തിക്കും ഈ ചെടിയാണെങ്കിൽ പിന്നെന്താ മുറിച്ച് വെക്കാനായിട്ട് പറ്റത്തില്ല, കിളിക്കത്തില്ല എന്നൊക്കെ. പക്ഷേ ഈ തണ്ട് മുറിച്ച് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കിളിക്കും കേട്ടോ. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ മുറിച്ച് വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ വാങ്ങിയിട്ടുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ. പിന്നീട് എവിടെയെങ്കിലും മതിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഈ കടലാസ് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണുമ്പം അവിടെ നിർത്തിയിട്ട് 2 കമ്പ് തരുമോ എന്ന് ചോദിച്ച് മേടിച്ച് കൊണ്ടുവന്ന് നട്ടു പിടിപ്പിക്കും കേട്ടോ. പെട്ടെന്ന് കിളിച്ച് കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറേ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെടികൾ തന്നെ ഞാൻ മുറിക്കത്തില്ലേ, പ്രൂൺ ചെയ്യുന്ന സമയത്ത് മുറിച്ച് ഈ ചട്ടിയിൽ തന്നെ ചുമ്മാ കുത്തി കൊടുക്കും കേട്ടോ. അങ്ങനെയും കുറേ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറായത്. ഇതിൻ്റെ ചെറിയ പൂവിൻ്റെ ഉണ്ട്, വലിയ പൂവിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഇത് ചെറിയ കുഞ്ഞു പൂവാണ്, ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ കളറിന്. അങ്ങനെ കുറേ കളറുകളുണ്ട് കേട്ടോ. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മൾ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. വീടിൻ്റെ ഒരു സൈഡിൽ ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. അവിടെയെന്ന് പറയുന്നത് നമുക്ക് വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹുക്കില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന ആളിനെ കൊണ്ട് നമ്മൾ 2 സ്റ്റാൻഡായിട്ട് ഇങ്ങനെ പണിതെടുത്തതാണ്. 2 സ്റ്റാൻഡിലും കൂടെ ഏതാണ്ട് 16 ചട്ടിയോളം നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം കേട്ടോ. ആ തരത്തിൽ നീക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ സ്റ്റാൻഡ് പണിതിരിക്കുന്നത്. ഇപ്പം എനിക്ക് കുറേ നാളായെന്ന് തോന്നുന്നു ഈ സ്റ്റാൻഡ് പണിതിട്ട് കേട്ടോ. കുറേ നാളായെന്ന് വെച്ചാൽ കുറേ നാളായി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് പെയിന്റ് അടിച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ സൈഡിൽ കുറേ ഹാങ്ങിങ് പ്ലാന്റ് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വോയിസ് ഓവർ ചെയ്യുമ്പം കുറേ ശബ്ദങ്ങൾ കയറി വരുമായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു വീട്ടിൽ വാർപ്പ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബഹളം ഇങ്ങനെ ഹൊയ് ഹൊയ് എന്നൊക്കെ അവരവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ സൗണ്ടൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ ശരിയാവുമെന്ന് അറിയത്തില്ല. പിന്നെ മൈക്കും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്ന റോഡ് സൈഡിൽ എപ്പോഴും ഇങ്ങനെ വണ്ടി പോകുന്ന സൗണ്ടാണ്. കീ എന്നും പറഞ്ഞ് ഹോണടിച്ച് എപ്പോഴും വണ്ടി പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് സൗണ്ട് ക്ലിയർ ആവത്തില്ല, ചിലപ്പം അറിയത്തില്ല കേട്ടോ. ഇടയ്ക്ക് വേറെ സൗണ്ടൊക്കെ കയറി വരും. പിന്നെ എന്താണ്ട് ഈ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ ചർട്ടിൽ വൈനായിരുന്നു നട്ടിരുന്നത്. പിന്നെ ഇതാണെങ്കിൽ മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ല വീടിനോട് കയറുന്ന ഭാഗത്ത് ഒരു 3 ചട്ടി മണിമുല്ല വെച്ചിട്ടുണ്ട്. കാരണം ഇത് വിരിയുമ്പോൾ നല്ല മണമാണ് കേട്ടോ, പ്രത്യേക മണമാണ്. പിന്നെ നമ്മൾ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാ. വീട്ടിൽ പോയപ്പോൾ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നത്. അതെന്തായാലും 2 തണ്ടിങ്ങനെ പിടിച്ച് വരുന്നുണ്ട്, ചെറുതായിട്ട് മുള പൊട്ടി. ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ചകിരിയും തൊണ്ടും ഒക്കെ വെച്ചതാ. പിന്നെ ഇത് നമ്മുടെ തെച്ചിക്കകത്ത് നിറച്ച് പൂ പിടിക്കും. ഇല കാണാത്തിടത്തോളം പൂ പിടിക്കും കേട്ടോ. എപ്പോഴും തെച്ചിക്കകത്ത് പൂ പിടിക്കും. ഇപ്പം കുറവാട്ടോ, ഇനിയിപ്പം മൊട്ട് വരുന്നുണ്ട്. പിന്നെ കിണറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അഗ്ലോണിമയും കലാത്തിയും അങ്ങനെയൊക്കെ കുറച്ച് ചെടികളൊക്കെ കിണറിൻ്റെ സൈഡിൽ ഇങ്ങനെ തറയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലെ ചെമ്പരത്തിയാണ് കേട്ടോ ഈ വീണ് കിടക്കുന്നത്. ഇപ്പുറത്തെ ആ ഒരു വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് കുറേ ചെമ്പരത്തി ഇങ്ങനെ മരം പോലെ നിൽപ്പുണ്ട്. അത് എപ്പോഴും ഇങ്ങോട്ട് വീണ് കിടക്കും. പിന്നെ നമ്മൾ ഇവിടെ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശംഖുപുഷ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു കമ്പി വളച്ച് ഇങ്ങനെ വെച്ചതാണ്. പക്ഷെ പ്രൂൺ ചെയ്തിട്ട് പിടിപ്പിച്ചതാണ്. അപ്പം നല്ല കരുത്തോടിപ്പം നിറച്ച് പൂ പിടിക്കുന്നുണ്ട് ശംഖുപുഷ്പത്തിന്. പിന്നെ നമ്മുടെ മുല്ല, പിന്നെ ഇത് ഒരു എന്താ പറയുക ചെമ്പരത്തിയാണ്, വേറൊരു കളറ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അടയിനെ നമ്മൾ കുറേ തറയെ വെച്ച് പിടിപ്പിച്ചിട്ടില്ലായിരുന്നോ, അതാണിത് കേട്ടോ. അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ല കേട്ടോ. ഇത് നമ്മുടെ മീൻകുളമാണ് കേട്ടോ. മീൻകുളത്തിൽ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം പുതിയ വീഡിയോയുമായി എത്താൻ എല്ലാവരും സുഖമായിരിക്കട്ടെ.